ശ്രീ ഹംസ പറക്കാട്ട് 19,760 വോട്ടുകളാണ് അൻവർ സമാഹരിച്ചത്. 75,000 വോട്ട് നേടി ഞാൻ ജയിക്കും, നിലമ്പൂരിൽ നിന്ന് കാൽനടയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവും. ആദ്യം പറഞ്ഞു 2ാം സ്ഥാനത്ത് ഷൗക്കത്ത് വരുമെന്ന്, ഇന്നലെ പറഞ്ഞു സ്വരാജ് വരുമെന്ന്. 1ാം സ്ഥാനത്തെക്കുറിച്ച് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇലക്ഷന് മുമ്പുള്ള കാര്യമല്ല കേട്ടോ, ഇലക്ഷൻ കഴിഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ 19,760 വോട്ടാണ് സമാഹരിക്കാൻ കഴിയുന്നത്. അതൊട്ടും കുറഞ്ഞ വോട്ടായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം 2 പ്രബല മുന്നണികൾ മത്സരിക്കുന്നു. തന്നെ നിന്ന് ഇത്രയും വോട്ട് സമാഹരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കണക്കൂട്ടലുകൾക്ക് അനുസൃതമായി വോട്ട് കിട്ടിയെന്ന് തോന്നുന്നുമില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, നിങ്ങൾ പിടിച്ചത് LDFന്റെ വോട്ടാണോ UDFന്റെ വോട്ടാണോ? എന്താണ് അനാലിസിസ്? ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയാണോ ഉണ്ടായത്, അതോ LDFന് കിട്ടേണ്ട വോട്ടുകൾ നിങ്ങൾക്ക് വന്നോ? അഭിലാഷ്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടിട്ട് 4-5 മാസം ആവുന്നുള്ളൂ. ഞങ്ങൾക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വ്യവസ്ഥാപിതമായ ഒരു കമ്മിറ്റി നിലവിലുണ്ടായിരുന്നില്ല. നിയോജകമണ്ഡലത്തിലൊരു കൺവീനറും ഒരു ചെയർമാനും പഞ്ചായത്ത് തലങ്ങളിലൊരു കോർഡിനേറ്ററും മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. 263 ബൂത്തിലും ബൂത്ത് തലത്തിലൊരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അവിടെ മത്സരിക്കാൻ ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചതല്ല. UDF സംവിധാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് PV അൻവർ UDF നേതൃത്വത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവിടെ പിന്തുണ കൊടുത്ത് മത്സരിക്കണം, UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിച്ച മുന്നോട്ട് പോയത്. UDFുമായുണ്ടായ പെട്ടെന്നുണ്ടായ പ്രയാസത്തിൻ്റെ പുറത്താണ് PV അൻവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ താഴേക്കടയിൽ ഗ്രാസ് റൂട്ടിൽ ഞങ്ങളുടെ പാർട്ടി സംവിധാനം അത്ര ശക്തമായിരുന്നില്ല. എന്നിട്ടും PV അൻവർ ഉന്നയിച്ച വിഷയമാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ PV അൻവറിന് അനുകൂലമായി 20,000-ഓളം വോട്ട് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ഒന്നടങ്കം PV അൻവർ ഉന്നയിച്ച ഈ വിഷയം നിലനിൽക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം PV അൻവർ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ച് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അവസരമുണ്ടാക്കിയത്, ആ വിഷയം തന്നെയാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ LDF ഗവൺമെൻറ്റിൽ നിന്നാണ് 90% വോട്ടും LDF ഭാഗത്ത് നിന്നാണ് 90% വോട്ടും ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യക്തിപരമായി UDFിലും മറ്റുള്ള ആളുകളിലുമുള്ള ബന്ധത്തിൻ്റെ പുറത്തൊരു 10% വോട്ട് PV അൻവറിന് UDFിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. 90% വോട്ടും PV അൻവർ പിടിച്ചത് LDFിൽ നിന്ന് തന്നെയാണെന്ന് അവിടുത്തെ വോട്ട് നില പരിശോധിച്ചാൽ തന്നെ പറയും. LDFിന് കഴിഞ്ഞ തവണത്തേക്കാൾ 10,000 ചില്ലാം വോട്ടിന്റെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വോട്ട് നില പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും PV അൻവർ പിടിച്ച വോട്ട് ഇപ്പോ LDFന് 60,000 ചില്ലറ വോട്ടാണ് 2016 ഉണ്ടായിരുന്നത്, 2011 ഉണ്ടായിരുന്നത്. 2016 അൻവർ ജയിക്കുമ്പോഴും 2021 അൻവർ ജയിക്കുമ്പോഴും ആ വോട്ടിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. 77,000-ലേക്ക് 81,000-ലേക്ക് ഒക്കെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൻവർ അഡീഷണൽ ആയിട്ട് പിടിച്ച വോട്ട് അൻവറിന്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഭദ്രമായിട്ടുണ്ട്. ബാക്കിയുള്ള വോട്ട് LDFന്റെ വോട്ടായിരുന്നു, അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണോ? അല്ലല്ല, അൻവർ LDFിന്റെ കൂടെ നിന്നാണല്ലോ ജയിച്ചത്. അപ്പോൾ അൻവർ ഉയർത്തിയ വിഷയത്തിൽ LDFിന്റെ ഭാഗത്ത് നിന്നാണ് നല്ല സപ്പോർട്ട് ലഭിച്ചത്. CPMന്റെ അണികളിൽ നിന്നാണ് അൻവറിന് സപ്പോർട്ട് ലഭിച്ചത്. ഇന്നും ഈ റിസൾട്ട് വന്നതിന് ശേഷം CPMന്റെ പ്രമുഖരായ നേതാക്കന്മാർ അൻവറിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയണം, അൻവർ നിങ്ങൾ പറഞ്ഞതാണ് ശരി, അത് കാലം തെളിയിക്കും, ഇനിയും അതിനൊരു അവസരമുണ്ട് എന്ന് PV അൻവറിനോട് CPMന്റെ ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ പറഞ്ഞതാണ് ശരിയെന്ന്. അതുകൊണ്ട് തന്നെ LDFിന്റെ ഭാഗത്ത് നിന്നാണ് അൻവറിന് നല്ല വോട്ട് ലഭിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നേതൃത്വവും മറ്റു ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം UDF നേതൃത്വം PV അൻവറും ഒന്നിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ ഒരു 40,000 വോട്ടിന് അവിടെ ജയിക്കുമായിരുന്നു. കാരണം PV അൻവർ UDFിൻ്റെ ഭാഗമാകുമ്പോൾ ഒന്നും കൂടി വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് UDF നേതൃത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ 2026 വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു UDF തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയും അതുവഴി ഒരു UDF ഗവൺമെൻറ് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഒരു സ്റ്റെപ്പ് UDF നേതൃത്വവും താഴെ ഇറങ്ങിയാൽ 10 സ്റ്റെപ്പ് ഓടിക്കയറാവുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നാണ് എനിക്ക് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു. ശരി, അതിപ്പോ ഭാവിയിലേക്ക് കൂടി ഒരു സൂചന ഇട്ടുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ.